Hi everyone, welcome back to Wisdom Academy classes. So we are moving on to next chapter, which is quadratic equations. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പോയി അത് കാണാവുന്നതാണ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് NCERT ടെക്സ്റ്റ് ബുക്ക് പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ലിങ്കും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പോളിനോമിയൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നോക്കിയിട്ടുള്ളതാണ്. വിച്ച് ഈസ് ഓഫ് ദ ഫോം ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോർമാറ്റ് ആണ് കേട്ടോ. ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അതേമാതിരി തന്നെ ക്യൂബിക് പോളിനോമിയൽ, ഇങ്ങനെ 3 പോളിനോമിയൽസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ജനറൽ ഫോർമാറ്റ് തന്നെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെയും ജനറൽ ഫോർമാറ്റ്, വിച്ച് ഈസ് ax² plus bx plus c, where x is the variable and a, b, c are constants. ഇവിടെ a എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. ബിക്കോസ് a 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ x² എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം ആക്ച്വലി അവിടെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ. സോ ആ ഒരു a എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസ്റ്റന്റ് ടേം ഒരിക്കലും എന്താവാൻ പാടില്ല, 0 ആവാൻ പാടില്ല. സോ ദിസ് ഈസ് ദ ജനറൽ ഫോർമാറ്റ്. ax² plus bx plus c is equal to 0, where a, b, c are the constants and x is the variable. Okay, അപ്പോൾ എക്സിൻ്റെ ഹയസ്റ്റ് പവർ അല്ലെങ്കിൽ എക്സിൻ്റെ ഡിഗ്രി 2 ആയതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻസിനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയുള്ളത് നമുക്ക് വഴിയെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. പിന്നെ നമുക്ക് ആകെ ഒരു ഡൗട്ട് വരുന്നത് ലീനിയർ ഇക്വേഷൻ ആണോ അവിടെ ഫോം ചെയ്യാനുള്ള, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അവിടെ ഫോം ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ്. അതായത് ചില സോർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ ഏത് ചാപ്റ്റർ ആണോ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ ലീനിയർ ഇക്വേഷൻ ആണോ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്നുള്ളത്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനുള്ള ആ ക്വസ്റ്റ്യൻ്റെ അത്രയുമുള്ള കണ്ടൻറ്റേ തരുള്ളൂ. അതായത് ഒരു ജസ്റ്റ് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാനുള്ള കണ്ടൻറ്റാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ തരുള്ളൂ. അതേമാതിരി തന്നെ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് സ്പെസിഫിക്കലി വേർഡ്സ് വരികയാണെങ്കിൽ അതെന്തായാലും ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ദ ടേംസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ ദിസ് ചാപ്റ്റർ. അത് ഈ ചാപ്റ്ററിൽ നിന്ന് ആവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. ഇനി ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിൽ നമുക്ക് 2 ഇക്വേഷൻസ് ഫോം ചെയ്യാനുള്ള ഫുൾ ഡാറ്റ നമുക്ക് അതിൽ തന്നിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും 2-3 ഡാറ്റാസ് ഒക്കെ നമുക്ക് തരികയാണ് എന്നുണ്ടെങ്കിൽ അതെന്തായാലും ലീനിയർ ഇക്വേഷൻസ് ആവാനാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് എടുത്ത് അനലൈസ് ചെയ്ത് നോക്കുക. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ലെങ്ത് കുറവ്, ജസ്റ്റ് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ അല്ലെങ്കിൽ 2 പോയിന്റ്സ് ഫോം ചെയ്യാനുള്ള പോയിന്റ്സ് ആണ് അവിടെ തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞു തന്നിട്ടുള്ള ഈ ഡിഫറൻസ് വെച്ചിട്ട് നിങ്ങൾ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് മിക്സ് ചെയ്തെടുക്കുക. ലീനിയർ ഇക്വേഷൻസിൽ നിന്നും ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ നിന്നും ഒക്കെ കുറച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ഏതാ ചാപ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബോർഡ് എക്സാമിനൊക്കെ അങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരിക്കലും ചാപ്റ്റർ സ്പെസിഫിക് ആയിട്ട് വരില്ല, അല്ല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഫോം ചെയ്യുന്ന ഇക്വേഷൻസ് ലീനിയർ ഇക്വേഷൻ ആണോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ചെറിയ ചെറിയ ട്രിക്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്കൂ, എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, സോ നമ്മൾ എക്സസൈസിലേക്ക് ഡയറക്റ്റ് കിടക്കുകയാണ്. എക്സസൈസ് 1 ആണ് ചെയ്യുന്നത്. എക്സസൈസ് 1ൽ ചെക്ക് വെദർ ദ ഫോളോയിങ് ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. അതായത് നമുക്ക് കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യുക അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണോ കിട്ടുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആകെ അറിയേണ്ടത് നമ്മളുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമാറ്റ് ax² plus bx plus c എന്നുള്ള ഫോർമാറ്റ് ആണ്. അത് മാത്രമാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ്
വി ആർ ഡൂയിങ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ സബ്ഡിവിഷൻ which is x square minus 2x is equal to minus 2 into 3 minus x. ഇത് കോപ്പി ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ ബ്രാക്കറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഇടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ ഉത്തരം തെറ്റാൻ ചാൻസ് കൂടുതലാണ്. സോ നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ഇറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 2x ഇസ് ഈക്വൽ ടു, ഈ ഒരു റൈറ്റ് സൈഡ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ ഇവിടെ ആകെ ഉള്ളൊരു സാധ്യതയുള്ളൂ അല്ലേ. സോ വി ആർ മൂവിങ് ഓൺ ടു അപ്ലൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. മൈനസ് 2 ഇൻറ്റു 3 ഇറ്റ് ഇസ് മൈനസ് 6, മൈനസ് 2 ഇൻറ്റു മൈനസ് എക്സ് ഇറ്റ് ഇസ് പോസിറ്റീവ് 2x. അപ്പം രണ്ട് ടേംസേ ഇവിടെ ഉള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എക്സ് സ്ക്വയർ മൈനസ് 2x, ഈ ഒരു 2x ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇറ്റ് ഇസ് മൈനസ് 2x, ഈ നെഗറ്റീവ് 6 ഇങ്ങോട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് 6 ഇസ് ഈക്വൽ ടു 0. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് ആക്കുക. എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള ഫോർമാറ്റ്. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. ഇവിടെ എക്സ് സ്ക്വയർ സിംപ്ലി എക്സ് സ്ക്വയർ മീൻസ് ദ എക്സ് കോയിഫിഷ്യന്റ് ഇസ് 1 അല്ലേ. അപ്പോൾ ഇറ്റ് ഇസ് 1 എക്സ് സ്ക്വയർ. നമുക്ക് എയുടെ വാല്യൂ എന്താണ്, നോൺ സീറോ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഇസ് ഇറ്റ് ഈസ് of the form ax square plus bx plus c is equal to 0. ഇനിയിപ്പോൾ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനും പറയാം. എ ഐഡന്റിഫൈ ചെയ്യാം. എ എന്തായിരിക്കും, 1 ആണ്, ബി എന്താണ്, നെഗറ്റീവ് 4 ആണ്, സി എന്താണ്, 6 ആണ്. ഓക്കെ, therefore it is a quadratic equation. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതി നിർത്തേണ്ടത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യല്ല ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി, therefore it is a quadratic equation. എ ബി സി ഐഡന്റിഫൈ ചെയ്യാൻ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഒന്ന് കാണിച്ചു തന്നത് കേട്ടോ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. We will do fifth question. Okay, 2x minus 1 into x minus 3 is equal to x plus 5 into x minus 1. കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നത് കേട്ടോ. എല്ലാം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. കുറച്ച് തെറ്റാൻ സാധ്യതയുള്ള കുറച്ച് വ്യത്യസ്തമായ മോഡൽ ക്വസ്റ്റ്യൻസ്, അങ്ങനെയാണ് നമ്മളിവിടെ സോർട്ട് ഔട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ഇവിടെയും 2 ബ്രാക്കറ്റ് ഉണ്ട്, ഇവിടെയും 2 ബ്രാക്കറ്റ് ഉണ്ട് അല്ലേ. ആകെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു അപ്ലൈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓൺ ബോത്ത് ദ സൈഡ്സ്. ബട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ടേമിൽ നിന്ന് അപ്പുറത്തെ ബ്രാക്കറ്റിലേക്ക് 2 ആരോ ഇട്ട് വയ്ക്കുക. അതേമാതിരി തന്നെ ഈ ഒരു ടേമിൽ നിന്നും ഇങ്ങനെ ഒരു ആരോ ഇട്ട് വയ്ക്കുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നതിൽ ഒരു മോശം നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. നമ്മളുടെ ആകെയുള്ള ഒരു എയിം എന്താണ്, നമ്മളുടെ ആൻസേഴ്സ് കറക്റ്റ് ആക്കി കിട്ടുക. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും അതൊരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോ റെപ്രസെൻറ്റേഷൻ കൊടുത്തു അതുകൊണ്ട് മോശം അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾക്ക് തെറ്റാണ്ട് നമ്മൾ എങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ഇറ്റ് ഈസ് ഓക്കെ. സോ 2x ഇൻറ്റു എക്സ് എന്താണ്, 2x സ്ക്വയർ ആണ്. നെക്സ്റ്റ് 2x ഇൻറ്റു മൈനസ് 3 ഇറ്റ് ഇസ് മൈനസ് 6x. പോളാരിറ്റി നോക്കിയിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. ഇവിടെ -3 ആണ്. -3 ഇൻറ്റു 2x എന്താണ്, -6x ആണ് കേട്ടോ. അപ്പോൾ പോളാരിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. പോളാരിറ്റി നമ്മൾ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ടേം തന്നെ ക്യാൻസൽ ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. സോ നമ്മൾ എന്ത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിലും വി ഹാവ് ടു കൺസിഡർ ദ പോളാരിറ്റി. നെക്സ്റ്റ് -1 ഇൻറ്റു എക്സ് ഇറ്റ് ഇസ് -1x. -1 ഇൻറ്റു -3 ഇറ്റ് ഇസ് +3. അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ടേമുള്ള 2 ബ്രാക്കറ്റ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും 4 ടേംസ് കിട്ടിയിരിക്കണം. അതൊന്ന് ഓർത്ത് വയ്ക്കുക. അതേമാതിരി തന്നെ ഇവിടെയും 2 ടേം ഉണ്ട്, 2 ബ്രാക്കറ്റ് ഉണ്ട്. വി ഹാവ് ടു ഗെറ്റ് 4 ടേംസ്. സോ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ആണ്. എക്സ് ഇൻറ്റു -1 -x ആണ്. നെക്സ്റ്റ് എക്സിൻ്റെ കഴിഞ്ഞു. ഇനി അടുത്തത് 5ൻ്റെ 5x - 5. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എല്ലാ ടേംസും കൂടെ -6x - 1x ഇറ്റ് ഇസ് -7x പ്ലസ് 3 ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ 5x - x ഇറ്റ് ഇസ് 4x - 5. ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം ടേക്കിംഗ് ഓൾ ദ ടേംസ് ഓൺ ദ RHS ടു LHS. LHSലേക്ക് എല്ലാ ടേംസും കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. whichever the term you are
taken to this side, you have to change the polarity. Polarity മാറ്റിയതിന് ശേഷം മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ കേട്ടോ. 2x square minus x square, it is x square. Minus 7x minus 4x, it is minus 11x. Plus 3 plus 5, it is plus 8. ഇതും എന്ത് ഫോർമാറ്റിലാണ് കിട്ടിയത്? ax square plus bx plus c ആണ് അല്ലേ? It is of the form ax square plus bx plus c. Therefore, it is a quadratic equation. Okay. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യനും കൂടെ ഇതിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് 8th ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ജസ്റ്റ് സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എല്ലാം ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, എട്ടാമത്തെയാണ് ചെയ്യുന്നത് കേട്ടോ. എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ദ ഹോൾ ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂബൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എന്താ വിചാരിക്കുക? ക്യൂബ് ഉള്ളത് കൊണ്ട് അത് ക്വാഡ്രാറ്റിക് ആവില്ല, ക്യൂബിക് ആവാനാണ് ചാൻസ് കൂടുതൽ എന്നാണ്. അങ്ങനെ നമ്മൾ ഒരിക്കലും നിഗമിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ബിക്കോസ് ഇവിടെ എക്സ് ക്യൂബ് ഉണ്ടെങ്കിൽ ഇവിടെയും ഒരു എക്സ് ക്യൂബിന്റെ ടേം വരുന്നുണ്ട് അല്ലേ? ദിസ് ഇസ് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ്. നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ക്യൂബിന്റെ ടേം എന്താവാൻ ചാൻസ് ഉണ്ട്? ക്യാൻസൽ ചെയ്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. സോ അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ നിഗമിക്കാൻ പാടില്ല. അതായത് ഇതിവിടെ ക്യൂബ് ആയതുകൊണ്ട് അത് ക്വാഡ്രാറ്റിക് ആവാൻ ഒരു ചാൻസും ഇല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇത് എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് ഫോർമാറ്റ് ആണ്. എ മൈനസ് ബി ദ ഹോൾ ക്യൂബിന്റെ എക്സ്പാൻഷൻ എന്താണ്? എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു, ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് 2 ആണ് കേട്ടോ. അപ്പോൾ എക്ക് പകരം നമ്മൾ എന്താ ഇട്ട് കൊടുക്കാൻ പോകുന്നത്? വി ആർ റീപ്ലേസിങ് എ വിത്ത് എക്സ്. എക്സ് ക്യൂബ് മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ ഇൻറ്റു ബിയുടെ സ്ഥാനത്ത് ഇവിടെ എന്താണ്? 2 ആണ്. പ്ലസ് 3 ഇൻറ്റു എക്സ് ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 2 ക്യൂബ്. 2 ക്യൂബ് ഏതാണ്? 8 ആണ് അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് എക്സ് ക്യൂബ് മൈനസ് 3 ഇൻറ്റു 2 ഇറ്റ് ഇസ് 6x സ്ക്വയർ 2 സ്ക്വയർ ഇറ്റ് ഇസ് 4 ഇൻറ്റു 3 12x മൈനസ് 8. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ എനെയും ബിനെയും ഒക്കെ ആദ്യം റീപ്ലേസ് ചെയ്തതിന് ശേഷം സാവധാനം സിംപ്ലിഫൈ ചെയ്താൽ മതി. തെറ്റാണ്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. എക്സ് ക്യൂബ് മൈനസ് 4x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. നിങ്ങളൊരു കാര്യം നോക്കി നോക്കൂ. ഇവിടെ എക്സ് ക്യൂബിൻ്റെ പൊളാരിറ്റി പോസിറ്റീവ് ആണ്, ഇവിടെയും എക്സ് ക്യൂബിൻ്റെ പൊളാരിറ്റി പോസിറ്റീവ് ആണ്. നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ക്യൂബ് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. മൈനസ് 4x സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. I'm taking all these terms to here. ഓക്കെ, ഈ സൈഡിലേക്ക് മാറ്റിയാണ്. അപ്പോൾ എല്ലാം പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കേട്ടോ. മൈനസ് 4x സ്ക്വയർ പ്ലസ് 6x സ്ക്വയർ ഇറ്റ് ഇസ് 2x സ്ക്വയർ മൈനസ് 6 മൈനസ് 12x ഇറ്റ് ഇസ് മൈനസ് 13x പ്ലസ് 1 പ്ലസ് 8 ഇറ്റ് ഇസ് പ്ലസ് 9. ഇതും എന്ത് ഫോർമാറ്റിലാണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 ആണ്. It is of the form quadratic equation ax square plus bx plus c is equal to 0. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്യിപ്പിച്ച 3 ക്വസ്റ്റ്യൻസും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണ്. നിങ്ങൾ ഇതേമാതിരി തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യുക? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ ഇക്വേഷൻസും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണോ എന്നുള്ളത്. ഇതേ ഫോർമാറ്റിലാണ് എല്ലാം ചെയ്യേണ്ടത് എന്ന് മാത്രം. ഇപ്പോൾ ഇങ്ങനെ ക്യൂബ് ടേംസ് ഒക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ എ മൈനസ് ബി ഹോൾ ക്യൂബ് ഒക്കെ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് ടേംസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് ആൻസറിലേക്ക് എത്തുക കേട്ടോ. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. അതായത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണോ അല്ലയോ എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ,
മാത്സ് പിന്നെ തെറ്റാണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എളുപ്പമായിട്ട് തോന്നും. കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ മോഡലും ചെയ്യുമ്പോഴാണ് ഓരോ വ്യത്യസ്തമായ മോഡലുകൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എടുത്ത് ചെയ്ത് പഠിക്കുക. അപ്പോൾ കുറേ മോഡൽ കാണുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഈ ഒരു മോഡൽ ഞാൻ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓർമ്മ വരും. അതേമാതിരി തന്നെ മാത്സിനെ സംബന്ധിച്ച് സ്പീഡ് കൂട്ടാനുള്ള ആകെയുള്ളൊരു വഴി ചെയ്ത് പഠിക്കലാണ്. വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവുന്ന മാതിരി തോന്നും, പക്ഷെ ചെയ്ത് വരുമ്പോഴാണ് തെറ്റുകളും കാര്യങ്ങളും വരിക. പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല, കാരണം വായിച്ചാണ് നമ്മൾ പഠിച്ചത്. പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ഓർമ്മ വരില്ല. അത് എല്ലാവരിലും ഉള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല കേട്ടോ. എല്ലാവരിലും ഇത് തന്നെയാണ് നടക്കുന്നത്. നമ്മൾ വലിയ ആൾക്കാർ പോലും ഇങ്ങനെ വായിച്ച് പഠിച്ചാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോവും. അപ്പം എല്ലാവരും മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് തന്നെ പഠിക്കുക. ചെയ്ത് പഠിക്കുമ്പോൾ സ്പീഡ് കൂടും, പിന്നെ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും, പിന്നെ നമുക്ക് പേടി കുറയും. മാത്സ് ചെയ്യാനുള്ളൊരു പേടി കുറയും. പലർക്കും ഉള്ളൊരു പേടിയാണ് മാത്സ് എത്ര പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ട രീതി മനസ്സിലാവുന്നില്ല എന്നുള്ളത്. പഠിക്കേണ്ട രീതിയൊന്നുമില്ല, മനസ്സിലാക്കി പഠിക്കുക, ബൈ ഹാർട്ട് പഠിക്കാണ്ടിരിക്കുക, വായിച്ച് പഠിക്കാണ്ടിരിക്കുക, ചെയ്തു പഠിക്കുക, അത്രേ കാര്യമുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മൊത്തം ഇരുന്ന് മാത്സ് ചെയ്യുക, അത് നമുക്ക് എപ്പോഴും ബോറടിക്കുന്നൊരു കാര്യമാണല്ലേ. ഇപ്പോൾ ഒരാൾക്ക് തന്നെ ഒരു മണിക്കൂറിന് മേലെ ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും. അതെല്ലാവർക്കും ഉള്ള കാര്യമാണ്, അത് നിങ്ങൾക്ക് മാത്രമുള്ള കാര്യമല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, സമയം സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം, എൻജോയ് ചെയ്ത് പഠിക്കുക. പഠിത്തം എൻജോയ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വെറുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് മാത്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിനോട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ സെറ്റ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. റെപ്രസെന്റ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഇൻ ദ ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ജസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. വി ഹാവ് ടു റെപ്രസെൻറ്റ് ദിസ് ഇൻ ദ ഫോം ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ചിലപ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് എന്ത് ചോദിക്കാം, ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനും ചോദിക്കാം. അപ്പോൾ ഇവിടെ സോൾവിങ് ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഇക്വേഷൻ്റെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വർക്കൗട്ട് ചെയ്യാം. ദ ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് ഇസ് 528 meter square. The length of the plot is 1 more than twice its breadth. We need to find the length and breadth of the plot. Okay, so നിങ്ങളുടെ അടുത്ത് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ള, ഏരിയ ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട് അല്ലെ. റെക്ടാങ്കുലർ പ്ലോട്ടിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കണ്ടോ, പ്രൊഡക്റ്റ് ആണ് ഇവിടെ വരുന്നത്. പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ കിടക്കാനാണ് സാധ്യത കൂടുതൽ അല്ലേ. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രൊഡക്റ്റ് ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ തന്നെ മനസ്സിലായി ഈ ഒരു ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ കിടക്കാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, ലെങ്ത് ഓഫ് ദ പ്ലോട്ട് ഇസ് 1 more than twice its breadth. അതായത് ബ്രെഡ്ത്തിനേക്കാളും ഒന്ന് കൂടുതലാണ്, ബ്രെഡ്ത്തിന്റെ ട്വൈസിനേക്കാളും ഒന്ന് കൂടുതലാണ്. അപ്പൊ എന്താണ് നമ്മൾ എക്സൈറ്റ് എടുക്കേണ്ടത്, നമ്മൾ ബ്രെഡ്ത്ത് വേണം എക്സൈറ്റ് എടുക്കാനായിട്ട്, ബിക്കോസ് ലെങ്ത് ഇസ് മെൻഷൻഡ് ഇൻ ടേംസ് ഓഫ് ബ്രെഡ്ത്ത്. അപ്പോൾ എന്തിന്റെ ടേംസിലാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതിനെ വേണം നമ്മൾ എന്തായിട്ട് എടുക്കാനായിട്ട്, എക്സൈറ്റ് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും എക്സൈറ്റ് എടുക്കല്ല ചെയ്യേണ്ടത്, കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി എന്തിന്റെ ടേംസിലാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതിനെ വേണം നമ്മൾ എന്തായിട്ട് എടുക്കാനായിട്ട്, എക്സായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ലെങ്ത് ബ്രെഡ്ത്തിന്റെ ടേംസിലാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ ബ്രെഡ്ത്തിന് വേണം നിങ്ങൾ എന്തായിട്ട് എടുക്കാനായിട്ട്, എക്സായിട്ട് എടുക്കാനായിട്ട്. മനസ്സിലായോ? ഇപ്പൊ എൻ്റെ വയസ്സ് നിങ്ങളുടെ വയസ്സിനേക്കാളും ഇത്ര കൂടുതലാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയസ്സ് വേണം എന്തായിട്ട് എടുക്കാനായിട്ട്, എക്സായിട്ട് എടുക്കാനായിട്ട്. കാരണം ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടത് നിങ്ങളുടെ ഏജിലാണ് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട ആ ഒരു ടേം വേണം നിങ്ങൾ എക്സായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് കേട്ടോ. സോ ലെറ്റ് ബ്രെഡ്ത്ത് ബി എക്സ് മീറ്റർ. ഓക്കെ, അപ്പം നമ്മൾ ലീനിയർ ഇക്വേഷൻ പറയുന്ന മാതിരി തന്നെ എക്സ് ഏതാണ്, എന്ത് വേരിയബിൾ ആണ് റെപ്രസെന്റ് ചെയ്യണേ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം കേട്ടോ. ഓക്കെ, സോ therefore ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബ്രെഡ്ത്തിന്റെ
ട്വൈസിൻ്റെ 1 കൂടുതൽ. അപ്പോൾ ബ്രെഡ്ത്തിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x ആണ്. അതിൻ്റെ കൂടെ 1 കൂട്ടണം. അപ്പോൾ 2x + 1. അപ്പോൾ ലെങ്ത് നമുക്ക് 2x + 1 ആണെന്ന് കിട്ടി. ബ്രെഡ്ത്ത് എന്താണെന്നും കിട്ടി. ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നും കിട്ടി, x ആണെന്നും കിട്ടി. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഏരിയ എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? 528 m². ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 528 m² ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് 2x + 1 ആണ്, ബ്രെഡ്ത്ത് x ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2x × x it is 2x². 1 × x it is x is equal to 528, or 2x² + x - 528 is equal to 0. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്തില്ലേ? ഇതല്ലേ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ കിട്ടിയില്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് Rohan's mother is 26 years older than him. ഏജിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. ദാറ്റ് ഈസ് തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഏജിൻ്റെ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് ലീനിയർ ഇക്വേഷനിൽ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, ഏജിൻ്റെ പ്രോബ്ലം ഇതിലാണോ കിടക്കുന്നുണ്ടാവുമോ അതോ അവിടെയാണോ കിടക്കുന്നുണ്ടാവുക എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതായത് ഈ ഏജിൻ്റെ പ്രോബ്ലം, അതേമാതിരി തന്നെ ഇങ്ങനത്തെ ഡൈമെൻഷൻസിൻ്റെ പ്രോബ്ലം, അങ്ങനത്തെ ഒക്കെ അവിടെയും ചാൻസ് കൂടുതലാണ്, ലീനിയർ ഇക്വേഷനിൽ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അല്ലാണ്ട് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് വർക്കൗട്ട് ചെയ്യല്ല ചെയ്യേണ്ടത്. കുറച്ച് തെറ്റാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സോർട്ട് ഔട്ട് ചെയ്തെടുക്കുക. അതിൽ നിന്ന് ലീനിയർ ആണോ ക്വാഡ്രാറ്റിക് ആണോ എന്നുള്ളത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എടുത്ത് ചെയ്യാം. ഓക്കെ. Rohan's mother is 26 years older than him. The product of their ages. കണ്ടോ, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് അവിടെ വന്നു കഴിഞ്ഞു. അങ്ങനെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഷുവർലി അത് ഏത് ചാപ്റ്ററിലായിരിക്കും? ക്വാഡ്രാറ്റിക് ഇക്വേഷനിലായിരിക്കും. അപ്പം അങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഹിന്റ് ആ ക്വസ്റ്റ്യനിൽ കിടക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കൃത്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്താവുന്നതേ ഉള്ളൂ. 3 years from now will be 360. We would like to find Rohan's present age. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ആരുടെ ഏജ് വേണം എക്സൈറ്റ് എടുക്കാനായിട്ട്? അമ്മ ഇൻ ടേംസ് ഓഫ് റോഹന്റെ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അമ്മയുടെ ഏജ് റോഹന്റെ ഏജുമായിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ റോഹന്റെ ഏജ് വേണം നിങ്ങൾ എന്തായിട്ട് എടുക്കാനായിട്ട്? എക്സൈറ്റ് എടുക്കാനായിട്ട്. ലെറ്റ് റോഹൻസ് പ്രസന്റ് ഏജ് ബി x years സ്പെസിഫൈ ചെയ്തു. Next, we are moving on to Rohan's mother is 26 years older than him. അങ്ങനെയാണെങ്കിൽ അമ്മ, റോഹൻസ് മദർ ഏജ് എന്തായിരിക്കും? റോഹൻസ് മദേഴ്സ് ഏജസ് റോഹനേക്കാളും 26 വയസ്സ് കൂടുതൽ. ഓക്കെ. അമ്മയുടെ വയസ്സ് ഇപ്പം നമുക്ക് കിട്ടി. റോഹന്റെ പ്രസന്റ് ഏജ് എക്സ് ആയിട്ട് കൊടുത്തു, അമ്മയുടെ പ്രസന്റ് ഏജ് എന്തായിട്ട് കൊടുത്തു? x + 26. കാരണം അമ്മ റോഹനേക്കാളും 26 വയസ്സ് കൂടുതലാണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഏജസ് ഇൻ ഇയേഴ്സ് 3 years from now. അതായത് ഫ്യൂച്ചറിലാണ് 3 years from now. അപ്പോൾ 3 years from now എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹന്റെ ഏജ് എന്തായിരിക്കും? 3 വയസ്സ് കൂടും അല്ലേ? ഇപ്പോഴത്തെ വയസ്സിനേക്കാളും 3 വയസ്സ് കൂടുന്നു. ഇതേമാതിരി തന്നെ അമ്മയ്ക്കും എന്താണ് ഉണ്ടാവുന്നത്? ഒരു 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 വയസ്സ് കൂടുന്നു. ഈ ഒരു ഏജിന്റെ പ്രൊഡക്റ്റ് എത്രയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് 360 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദിസ് ഈസ് മെൻഷൻഡ് ആസ് 360. ഓക്കെ. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്? നേരത്തെ മാതിരി തന്നെ x + 3 × x + 29 is equal to 360, or ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് x² + 29x + 3x + 29 × 3 എത്രയാണെന്നുള്ളത് വർക്കൗട്ട് ചെയ്യാം. 9 3s are 27, 3 2s are 6, 6 2 8, 87 + 87 is equal to 360. x² + 29 + 3 it is 32, 32x + 87 - 360 is equal to 0 എന്ന് വരുന്നു. or x² + 32x - 360, 27 it is 273, -273
is equal to 0. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഈ ഒരു എക്സസൈസിൽ നിന്ന് ചെയ്യാം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ദാറ്റ് ഈസ് ദ 4th ക്വസ്റ്റ്യൻ. ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.